എടുക്കും തോറും കൂടി വരുന്നത് എന്ത്? കടയിൽ കിട്ടാത്ത ആത്മാവ്. നമ്മൾ ആരും കണ്ടാൽ ലുക്കില്ലെങ്കിലും ചേട്ടന് ഭയങ്കര ബുദ്ധിയാണ്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചോർജ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇൻചോർജിന്റെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേര് സുജിത, സ്ഥലം എവിടുന്ന് എല്ലാവരും? കണിയാപുരം. ശ്രീകാര്യം. രണ്ട് ഫാമിലി അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇൻചോർജ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതും കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആരാണ് അവരെ വിജയിയായി തിരഞ്ഞെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എടുക്കും തോറും കൂടി വരുന്നത് എന്ത്? എടുക്കും തോറും കൂടി വരുന്നത് എന്ത്? അല്ല, വെയിറ്റ് അല്ല. എടുക്കും തോറും കൂടി വരുന്നത് കുഴി. പേര് നീതു. നീതു ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. കുഴിയാണ് ആൻസർ. അപ്പൊ നല്ലൊരു കയ്യടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് ഏത്? തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് ഏത്? ചപ്പാത്തി എങ്ങനാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ, അത് ഓർമ്മ വേണം. കുസൃതി ചോദ്യമാണ്. ടൈം ഔട്ടായി. ആൻസർ പറയട്ടെ. സ്വർണം. ക്യാരറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന പ്രായം. എല്ലാ പേരും പറയാൻ ആഗ്രഹിക്കുന്ന പ്രായം. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ആൻസർ. ഒരു 2 ലെറ്റർ കൂടെ ചേർത്താൽ മതി. അഭിപ്രായം. പേര് സുജിത. സുജിതയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അഭിപ്രായമാണ് ആൻസർ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. പെട്ടെന്ന് പറഞ്ഞോ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. ടി. പേര് സന്തോഷ് ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ടി ആണ്. ചായ. ഞാൻ വിചാരിച്ചു മോള് പറയുമായിരിക്കും. ഞാൻ അങ്ങോട്ട് മൈക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ മലയിൽ ബാറുള്ള സ്ഥലം. ഇവിടെ പറഞ്ഞത് സന്തോഷ് ചേട്ടൻ. നമ്മുടെ സ്വന്തം സന്തോഷ് ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഇൻചോർജിൽ മുന്നോട്ട് നിൽക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ്. കാർട്ടൂൺ. സുജിത. അപ്പോൾ സുജിത ആൻഡ് സന്തോഷ് 2 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽക്കുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടി. ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? 7. 7ാമത്തെ ക്വസ്റ്റ്യൻ, കടയിൽ കിട്ടാത്ത മാവ് ഏതാണ്? കടയിൽ കിട്ടാത്ത മാവ്. ആത്മാവ്. വെരി ഗുഡ്. സന്തോഷായിട്ട് 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് മുന്നോട്ട് നിൽക്കുകയാണ്. നമ്മൾ ആരും കണ്ടാൽ ലുക്കില്ലെങ്കിലും ചേട്ടന് ഭയങ്കര ബുദ്ധിയാണ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒന്നും ഒരു അനക്കം ഇല്ല. പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുമായിരിക്കും. പട്ടി വാലാട്ടുന്നത് എന്തുകൊണ്ട്? പറഞ്ഞു. വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണവേ. ഒന്നുകൂടി ആൻസർ പറയൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അത് ഇച്ചിരി തലവിളർക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ ആൻസർ. നമ്മുടെ സന്തോഷത്തിന് നല്ല ബുദ്ധി എന്നാണ്, ബുദ്ധി ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പട കേമാ സണ്ണി കുട്ട. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വെറും വയറ്റിൽ ഒരാൾക്ക് എത്ര പഴം കഴിക്കാനാകും?
ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടന്നില്ലേ, പിന്നെ രണ്ടാമത് കഴിക്കേണ്ട ആവശ്യം. അതാണ് ഇത്രയും ബുദ്ധിശാലിയായുള്ള ഒരു ഇഞ്ചോടിഞ്ഞ മത്സരാർത്ഥിയെ ആദ്യമായാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്റെ ആൺകുട്ടിയെ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയാ പറയാനുണ്ട്? നമ്മള് പോയാ പിന്നെ വെറും വയറ്റ് ഞാൻ വിചാരിച്ചത് അങ്ങനല്ല, ചെറിയ പഴമാണെങ്കിൽ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. 10ാമത്തെ ചോദ്യമേ. ഇവിടെ നിന്ന് ഒരു അനക്കമില്ല, പെട്ടെന്ന് പറയാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? എന്ത്? സുജിത. ഓക്കെ, നമ്മുടെ സുജിത ചേച്ചി 3 ക്വസ്റ്റ്യന്റെ ആൻസർ. പിന്നെ ഇവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ചിൽ മുന്നോട്ട് നിൽക്കുന്നത് നമ്മുടെ സന്തോഷണം തന്നെയാണ്. 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് പേരാട് നിന്ന് വന്ന നമ്മുടെ മത്സരാർത്ഥി സന്തോഷ് ചേട്ടനാണ് ഇന്നത്തെ വിജയി. അപ്പോൾ നല്ലൊരു കൈയടി. ഇന്നത്തെ നമ്മുടെ വിജയ് സന്തോഷ് ചേട്ടന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.